ഹായ്, ഇന്ന് ഞാൻ വരുന്നത് ഫ്രണ്ട് ബോക്സർ പ്ലീറ്റഡ് കുർത്തി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. രണ്ടായിട്ടുള്ള തുണി സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തതിന് ബാക്ക് വശം ഫ്രണ്ട് വശം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതുകൊണ്ട് ആദ്യം ഞാൻ ബാക്ക് വശമാണ് അടയാളപ്പെടുത്തുന്നത്. ബാക്ക് വശം പിന്നെ ഷോൾഡർ 17 ഇഞ്ചാണ്. അതിൻ്റെ ആം ഹോൾ ലെങ്ത്ത് 7.5 ഇഞ്ച്. അവിടുന്ന് ഞാൻ അങ്ങോട്ട് താഴേന്ന് 7 ഇഞ്ച് അടയാളപ്പെടുത്തി വളഞ്ഞു പോകാണ്ട് നിൽക്കുക ലൈന് വരയ്ക്കുമ്പോൾ. എന്നിട്ട് ഇനി നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് ചെസ്റ്റ് അളവാണ്. ചെസ്റ്റ് 40 ഉള്ളത്. അതിൻ്റെ 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 ഇഞ്ച്. 2 ഇഞ്ച് തയ്യൽ തുമ്പോ അടയാളപ്പെടുത്തി. അതിന് ശേഷം അടയാളപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 1/2 ഇഞ്ച് ഷോൾഡർ സ്ട്രോപ്പ്. എനിക്ക് ഇവിടെ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3 ഇഞ്ചാണ് ആദ്യം ഞാൻ അടയാളപ്പെടുത്തി. പക്ഷേ ഞാൻ ക്യാൻവാസിലാണ് നെക്ക് അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് 3.5 ഇഞ്ചാണ് വേണ്ടത്, 3 ഇഞ്ചല്ല. നമ്മൾ ക്യാൻവാസിൽ ചെയ്യുമ്പോൾ 3 ഇഞ്ച് കൊടുക്കാൻ പാടില്ല. നമുക്ക് എത്രയാണോ നെക്ക് വിടുത്ത് അത് തന്നെ കൊടുക്കണം. നമ്മൾ ക്യാൻവാസ് ഇല്ലാണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യും, 3 ഇഞ്ച് അടയാളപ്പെടുത്തും. അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3.5 ഇഞ്ച് കിട്ടും. ഇപ്പം ഞാൻ രണ്ടാമത് അടയാളപ്പെടുത്തിയ ഷേപ്പിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചും ഷേപ്പ് വിടുത്ത് 10.5 ഇഞ്ചും. അവിടുന്ന് നമുക്ക് വേണ്ടത് താഴോട്ടേക്ക് ലെവലിൽ വരയ്ക്കുകയാണ് വേണ്ടത്. ഞാൻ ഇവിടെ ആം റൗണ്ട് അടയാളപ്പെടുത്തണം. ആം റൗണ്ട് അടയാളപ്പെടുത്താൻ നമ്മളെ ചെസ്റ്റ് അളവില്ല, എത്രയാണ് 10 ഇഞ്ചല്ലേ നമ്മൾ കൊടുത്തത്, ആ 10 ഇഞ്ചിൻ്റെ അടുത്തേക്കാണ് വേണ്ടത്. ഞാനിപ്പോൾ ആം റൗണ്ട് എത്രയുണ്ട്, എനിക്കിവിടെ 9.5 കിട്ടേണ്ടത്. ഞാൻ ഒരു വട്ടം അടയാളപ്പെടുത്തിയത് 10 ഇഞ്ച്. അങ്ങനെ 3 വട്ടം നോക്കി തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ ഇല്ലേ ടൈറ്റായിട്ട് വരും. ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ 9 ഇഞ്ചേ കിട്ടുള്ളൂ. എനിക്ക് അവിടെ 9.5 ഇഞ്ച് കിട്ടണം. നമുക്ക് 9 2 പോയിൻ്റൊന്നും കിട്ടിയാൽ കുഴപ്പമില്ല. പക്ഷേങ്കിൽ 9ലും കുറയാൻ പാടില്ല. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഫുൾ ലെങ്ത്ത് പറയാൻ വിട്ടുപോയത് 46 എനിക്ക് വേണ്ടത്. 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്ത് 47 ഇഞ്ചാണ് അടയാളപ്പെടുത്തി. നമ്മൾ അവിടുന്ന് ഷേപ്പിൻ്റെ ലെങ്ത്ത് ഉണ്ട്, അവിടുന്ന് നമ്മളിനി താഴോട്ടേക്ക് സ്കെയിൽ വെച്ച് ലെവലിൽ താഴെ വരെ വരയ്ക്കുന്ന കോണ് വരെ എന്ന് വെച്ചാൽ നമുക്ക് ഈ നല്ല വീതി ഉണ്ടെങ്കിൽ എനിക്ക് ആ വീതിൻ്റെ മുമ്പ് ഒരിക്കൽ ചെയ്താലോ കുറച്ച് വീതി എടുത്തതിന് ശേഷം വണ്ടിയെല്ലാം എടുക്കുമ്പോൾ എനിക്ക് കാലിങ്ങനെ തടയുന്ന പോലെ. അതുകൊണ്ട് നമുക്ക് എത്രയാണോ മെറ്റീരിയൽ ലെങ്ത്ത് ഉള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ നോക്കി ഇത് എടുക്കുക. ഞാനിവിടെ ഫുൾ ലെങ്ത്ത് വീതി എടുത്തിന് ആ സൈഡ് കോണിന്ന് മേലോട്ടേക്ക് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ആ 2.5 ഇഞ്ചിൽ നിന്ന് നമുക്ക് എത്രയുണ്ട് ഇതിൻ്റെ തുണീൻ്റെ വീതി നോക്കുക. അതിൻ്റെ പകുതി എത്ര എടുക്കുക. പകുതി എടുത്തതിന് ശേഷം ആ പകുതിയിലേക്ക് ഈ 2.5 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് സ്കെയിൽ വെച്ചിട്ട് കേർവ് രൂപത്തിൽ വരച്ചെടുത്തതിന് ശേഷം നമുക്കതിന് നെക്ക് ലെങ്ത്ത് ഇറക്കണം. ഞാനിവിടെ 2.5 ഇഞ്ചാണെങ്കിൽ ഞാൻ ബാക്ക് വശം 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇത് ഞാനൊരു റെഡിമെയ്ഡ് മോഡലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 2.5 ഇഞ്ച്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ക്യാൻവാസിൽ ചെയ്യുമ്പോൾ 2.5 ഇഞ്ച് കൊടുക്കണ്ട. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 2 ഇഞ്ചേ കിട്ടും. ഞാൻ ക്യാൻവാസിൽ ചെയ്യുന്നത് ബാക്ക് വശം 3 ഇഞ്ചാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡറെല്ലാം പിടിക്കുമ്പോൾ പോകും. അന്നേരം നമുക്ക് എത്ര കിട്ടും, 2.5 തന്നെ കിട്ടും. നമുക്ക് ഇനി അടുത്തത് വേണ്ടത് വെച്ചാൽ ഇവിടെ ബാക്ക് വശത്തിൻ്റെ എല്ലാ അടയാളപ്പെടുത്തിയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്കത് കട്ട് ചെയ്യാണ് വേണ്ടത്. ഇതെന്ന് വെച്ചാൽ റേറ്റ് നല്ലൊരു കോട്ടൺ തുണിയാണ്. റേയോൺ പോലത്തെ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ. നമ്മൾ കോട്ട് സെറ്റെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ നല്ല തുണിയാണ്. ഇത് നല്ലൊരു മഞ്ഞ കളറാണ്. വീഡിയോയിൽ ലൈറ്റ് കളർ പോലെയാണ് കാണുന്നത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ടേബിളിന് കുറച്ച് വീതി ആയതുകൊണ്ടല്ലേ എനിക്കിത് ഈ സ്റ്റാൻഡ് വെച്ചിട്ട് ലെവലിൽ താഴെ വെച്ചിട്ടൊന്നും ഞാൻ അടയാളപ്പെടുത്തുന്നതൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ ശരിക്കും കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ടേബിളിൻ്റെ മേലെ വെച്ചിട്ടാണ്. ഇതിനെന്തെങ്കിലും ഒരു വഴി അറിയുന്ന ആൾക്കാരുണ്ട്, എനിക്ക് പറഞ്ഞു തരുമോ? എങ്ങനെയാണ് ഇത് വെക്കേണ്ടതെന്ന് ഞാൻ കുറേ താഴെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മേലോട്ടേക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ടേബിളിൻ്റെ മേലെ എടുത്ത് വെച്ചിട്ടുള്ളത് എന്നിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫ്രണ്ട് വശമാണ് അടയാളപ്പെടുത്തേണ്ടത്. ഫ്രണ്ട് നമ്മൾ എന്ത് ചെയ്യാം, 2ആയി മടക്കിയതിന് ശേഷം ഞാൻ കാണിക്കുന്നത് 3.5 ഇഞ്ച് 3.5 ഇഞ്ച് താഴോളം, മേലേന്ന് മുതൽ താഴോളം 3.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുക. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ബോക്സായിട്ട്
സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. താഴോളം വേണേ 3.5 ഇഞ്ച്. ഞാനവിടെ ആദ്യം ലൈന് വരഞ്ഞല്ലോ, പിന്നെ ഞാൻ വീഡിയോ കാണാത്തത് കൊണ്ട് രണ്ടാമത് പിന്നെയും ലൈനുമ്മ കൂടെ വരഞ്ഞത് കാണിച്ചത്. ഇനി ആ ലൈന് വരച്ച അവിടെ നിന്ന് നമ്മൾ ബാക്ക് വശം കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ തുണി ആ ലൈനിൻ്റെ ലെവലിൽ വെച്ചതിന് ശേഷം എല്ലാ ഭാഗവും അതേപോലെ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയതിന് ശേഷം കട്ട് ചെയ്യണം. പക്ഷേ ബാക്ക് വശത്തിനെക്കാട്ട് കുറച്ച് വീതി കുറവാണ് നമുക്ക് ഫ്രണ്ട് പീസ്. അന്നേരം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടയാളപ്പെടുത്തിയതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ബാക്കി പീസ് നമുക്ക് താഴ്ഭാഗം വെച്ച് കൊടുത്തിട്ട് നമുക്കത് ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ലെവലിൽ വെച്ച് എല്ലാം അടയാളപ്പെടുത്തിയതിന് ശേഷം ഇത് കട്ട് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ താഴോട്ട് എനിക്ക് എത്തിയിട്ടില്ല ഭാഗം, അവിടെ 1/2 ഇഞ്ച് തുണി ആ കട്ട് പീസ് ബാക്കി വന്നില്ല, അതിൽ 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് വേണം അടയാളപ്പെടുത്തി. ഈ 1/2 ഇഞ്ച് കയറ്റി വെക്കുക എന്ന് വെച്ചാൽ ഈ 1/2 ഇഞ്ചിന് പിന്നെ സ്റ്റിച്ച് കയറ്റാൻ 1/2 ഇഞ്ച് മേലോട്ട് വെക്കാണ്ട് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ഈ ഷേപ്പിൽ കിട്ടൂല. അതുകൊണ്ട് 1/2 ഇഞ്ച് കയറ്റി വെച്ചതിന് ശേഷം താഴ്ഭാഗത്തുനിന്ന് ലെവലാക്കിയിട്ട് ഫ്രണ്ട് വശം കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫ്രണ്ട് വശം കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എന്താ പറയേണ്ടത്, സ്ലീവ് ലെങ്ത്ത്. ഞാനിവിടെ 1/2 ഇഞ്ച് ഷോൾഡർ 1/2 ഇഞ്ച് കൈക്കുഴി ഞാൻ കട്ട് ചെയ്യുന്നില്ല, 1/2 ഇഞ്ച് വെച്ചിട്ട്. ഇനി പിന്നെ നമുക്ക് ബോക്സ് പ്ലീറ്റഡ് ആയിട്ട് ഇവിടെ ഞാൻ കാണിക്കുന്നത് വി നെക്കാണ്. ആദ്യം നമുക്ക് ബോക്സ് പ്ലീറ്റഡ് ചെയ്യാൻ വേണ്ടി 11 ഇഞ്ച് ലെങ്ത്ത് വേണം. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണം, നെക്ക് വെടുത്ത് 3.5, നെക്ക് ലെങ്ത്ത് 6.5 അടയാളപ്പെടുന്നത്. ഞാൻ ക്യാൻവാസിൽ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമുക്കിനി എന്താണ് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആം റൗണ്ട് മെഷർ ചെയ്ത് നോക്കാം. ആം റൗണ്ട് എത്രയാണോ കിട്ടുന്നത് അതിന്
അതിന് ഞാൻ ആം റൗണ്ട് അളക്കുകയാണ് ചെയ്യുന്നത്. ആം റൗണ്ട് എത്രയാണ്? എനിക്കിവിടെ 12 കിട്ടുന്നത്. 12 കിട്ടിയതിന് ശേഷം നമുക്കിനി തുണി സ്ലീവിനെടുക്കാം. ഇതിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചും 15 ഇഞ്ചും പിന്നെ നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് കാണിച്ചല്ലോ, അത് 12 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം ആദ്യം സ്ലീവാണ് ലെവലിൽ വെച്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നത് നീളം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സ്ലീവിൻ്റെ ഇത് ആം റൗണ്ട് അളന്നില്ല, അത് അടയാളപ്പെടുത്താം. ഇഞ്ച് അവിടെ നിന്ന് നമ്മൾ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഈ കാണുന്ന പോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ടാപ്പ് വലിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. ഞാൻ ചെയ്യുന്ന പോലെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പകുതി 12 മതി 6 അവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ശരിച്ചിട്ട് പറയണ്ടേ 12 ഇഞ്ച് കിട്ടിയെടുക്കുകയെന്ന് 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അവിടെ നിന്ന് എനിക്ക് വേണ്ട. പിന്നെ താഴോട്ടേക്ക് ഷേപ്പിൽ വരയ്ക്കുന്നില്ല, കാരണം എനിക്ക് താഴെ ചെറിയൊരു പ്ലീറ്റ് കൊടുക്കാനുള്ളതാണ് സ്ലീവിൻ്റെ അറ്റത്ത്. അതുകൊണ്ടാണ് ഷേപ്പില്ലാതെ വരച്ചെടുത്തത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി സ്ലീവ് ലെങ്ത്ത് 11 ഇഞ്ചിലേക്ക് നല്ലോണം സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു ബോക്സർ പോലെ കിട്ടും. നമ്മളത് നല്ലോണം ഇസ്തിരിപ്പെട്ടിട്ട് നല്ലോണം തേച്ചെടുത്തതിന് ശേഷം താഴോളം ഞാൻ പിൻ ചെയ്തതിന് ഇനി ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്ത നെക്കിൻ്റെത് വെച്ച് നല്ല വശവും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വീനെക്കാണ് ഞാൻ കൊടുത്തത്. ഒരു വീനെക്കിൽ എന്ന് വെച്ചാൽ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം വി പോലെ വരച്ച് അവിടെ നിന്ന് 1/2 ഇഞ്ച് ഇതാക്കിയതിന് ശേഷം ഒരു കേർവ് രൂപത്തിലുള്ള വിയാണ് ഞാൻ അടിച്ചത്. അത് ഞാൻ വീഡിയോയിൽ പെട്ടിട്ടില്ല, ഇപ്പോഴാണ് കണ്ടത്, ക്ഷമിക്കണം കേട്ടോ എല്ലാവരും. എന്നിട്ട് ഇതിൽ എന്തെല്ലാം പോരായ്മകളുണ്ട് നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് അടുത്ത ലെവലാക്കാൻ കഴിയും. എന്നിട്ട് നമ്മൾ മറിച്ചിട്ടതിന് ശേഷം അറ്റത്തോട്ട് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു മോഡൽ ഡ്രസ്സാണിത്, ബോക്സ് പ്ലീറ്റ്. പിന്നെ താഴ്വശം ഞാൻ പറഞ്ഞില്ലേ പീസ് എത്താത്തതുകൊണ്ട് കട്ട് ചെയ്ത് അതും അറേഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ബാക്ക് അതേപോലെ തന്നെ 3 ഇഞ്ചിലെ ലെങ്ത്തിലും 3.5 ഇഞ്ച് വിഡ്ത്തിലുമാണ് ഞാൻ അടയാളപ്പെടുത്തി കട്ട് ചെയ്തത്. അതിൻ്റെ ബാക്ക് വശവും ഫ്രണ്ട് വശവും നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിലെ അറ്റത്തിലൂട്ട നെക്കിൻ്റെ അറ്റത്തോട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ അങ്ങനെ വേണ്ടെങ്കിൽ കൊടുക്കണമെന്നില്ല, ഞാൻ അങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത്, സ്ലീവിൻ്റെ കൈയിൻ്റെ താഴെ നമുക്ക് എത്രയാണോ വേണ്ടത്, ഞാനിവിടെ 2ആയി മടക്കി എനിക്ക് 7.5 ഇഞ്ചാണ് അറ്റത്ത് വേണ്ടത്. ആ അറ്റത്ത് 7.5 ഇഞ്ച് കൊടുത്തിട്ട് പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്തിൽ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഞൊറിയിട്ട് കൊടുക്കാം. ഞൊറിയിട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അതെല്ലാം സ്ലീവ് എല്ലാം ജോയിൻ ചെയ്ത് അതിന് ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ താഴോളം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴ്ഭാഗം എല്ലാം ബോഡിയെല്ലാം ഷേപ്പിലാണ് കണക്കാക്കി എല്ലാം അടയാളപ്പെടുത്തിയതിന് ശേഷം താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്ത് പിന്നെ താഴത്തെ അറ്റം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തിട്ട് നല്ലോണം സ്റ്റിച്ച് ചെയ്യുക. നമുക്ക് എത്രയാണ്ട ഷേപ്പ് എന്ന് വെച്ചിട്ട് അതിന് കണക്കാക്കി ഞാനിതിന് ബാക്ക് വശത്തും ടക്ക് കൊടുക്കുന്നുണ്ട്. ഡ്രസ്സിന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് ബാക്ക് വശത്തൊരു ലൂസ് പോലെ തോന്നിയിട്ട് ഞാൻ ടക്ക് ചെയ്തു. എൻ്റെ മെഷീൻ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നു. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നൂലല്ലോ ഇല്ലേ ലൂസായി പോകുന്നു. അതാണ് ഞാനിപ്പോൾ അവിടെ കഴിക്കുന്ന കാണിച്ചത്. സ്റ്റിച്ച് ചെയ്യുമ്പം തിരിയുന്നില്ല, പക്ഷേ കഴിഞ്ഞ അപ്പാട് ലൂസായിപ്പോയി. ബോബിൻ്റെ പ്രശ്നമാണോ എന്ന് തോന്നുന്നു. ഇനി അതെല്ലാം കഴിഞ്ഞ് നമ്മളെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഏറ്റവും കൂടി മടക്കി അടിച്ചതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഞാൻ കാണിച്ചില്ലേ, കുറച്ചും കൂടി എനിക്ക് തീരെ ഞെറിയില്ലാതെ പോലെയായി. എനിക്ക് ഈ സ്ലീവ് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അടിച്ച് നോക്കിയതാണ്. പിന്നെ ബാക്കിയെല്ലാം സൂപ്പറാണ്. സ്ലീവ് കുറച്ചും കൂടി ഞെറി നമ്മളിത് ബാക്ക് വശം ടക്ക് കൊടുത്തു.